ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ നോമ്പിന്റെ 16-ാം ദിനം. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. നോമ്പ് കാലം ആത്മശോധനയുടെ ഒരു പുണ്യസമയമാണ്. ഇത് നമ്മുടെ ആത്മാവിനെ ദൈവത്തോട് സമീപിക്കുന്നതിനു വേണ്ടിയുള്ള വേദനയും മനസാക്ഷി ഉണർത്തലും പുതുക്കലും കൊണ്ട് നിറഞ്ഞ കാലമാണ്. ഈ നോമ്പ് കാലത്ത് യേശു നമ്മോട് പറയുന്ന സന്ദേശം പുറമെയുള്ള ആചാരങ്ങൾക്ക് ശേഷം അല്ല ഹൃദയം ശുദ്ധീകരിക്കേണ്ടത്. യഹൂദ മതപണ്ഡിതന്മാർ ആളുകളുടെ കൈകഴുകൽ, ഭക്ഷണ നിയന്ത്രണവും പുറമെയുള്ള ശുദ്ധീകരണങ്ങൾ എന്നിവയിൽ ആകർഷണം കാണിച്ചപ്പോൾ യേശു അവയുടെ അതീതമായ ഒരു സത്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ദോഷചിന്തകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികളും അശുദ്ധമായിരിക്കും. അതായത് നമ്മുടെ ഉള്ളിലെ ആകാംക്ഷകളും ചിന്തകളും നിർണായകമാണ്. ഈ വചനത്തിൽ നിന്ന് 3 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ദൈവം നമ്മിൽ കണ്ടു വിലമതിക്കുന്നത് ഹൃദയത്തിന്റെ ശുദ്ധിത്വമാണ്. ദൈവം നമ്മുടെ ഹൃദയം പരിശോധിക്കുന്നവനാണ്. 1 ശമൂവേൽ 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, മനുഷ്യൻ പുറമേ നോക്കുന്നു, എന്നാൽ യഹോവ ഹൃദയം നോക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളും വിശ്വാസ ജീവിതത്തിലും അകത്തുള്ള സത്യസന്ധതയും ശുദ്ധിയുമാണ് ദൈവം നോക്കുന്നത്. രണ്ടാമതായി, വാക്കുകൾ മനസ്സിന്റെ പ്രതിഫലനമാണ്. ലൂക്കോസ് 6-ാം അധ്യായം 45-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് വായിൽ നിന്ന് പുറത്തു വരും. നമ്മുടെ വാക്കുകൾ കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമോ, ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുമോ? നോമ്പ് കാലം നമ്മെ പഠിപ്പിക്കുന്നത് നാം സംസാരിക്കുന്ന വാക്കുകൾ ജാഗ്രതയോടും കരുതലോടും ഉപയോഗിക്കണം. ഒരു വാക്ക് സന്തോഷവും നൽകാം, കഠിനമായ വിഷാദവും നൽകാം. നമ്മുടെ ഭാഷ ദൈവ ഇഷ്ടത്തിനായി ഉപയോഗിക്കാം, അല്ലാതെ ശോഭിപ്പാൻ അല്ല. ഉള്ളിൽ നിന്ന് നാം ഒരു പുത്തൻ മനുഷ്യനാകണം. ലോകത്തിന് പുറമെയുള്ള രീതികൾക്ക് മാത്രമേ കാണുവാൻ കഴിയൂ. എന്നാൽ ദൈവം നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ സ്ഥിതി നോക്കുന്നു. ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ഉള്ളിലെ അഹങ്കാരം, അസൂയ, വൈരാഗ്യം, ദേഷ്യ എന്നിവ മാറ്റണം. പുതിയ ഹൃദയം ആവശ്യമാണെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കാം. സങ്കീർത്തനം 51-10-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ദൈവമേ, എന്നിൽ ശുദ്ധഹൃദയം സൃഷ്ടിച്ചു തരണമേ. നോമ്പ് കാലത്തിൽ നാം നമ്മുടെ മനസ്സിനെ പുതുക്കുവാൻ ദൈവവചനം ധ്യാനിക്കുക. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ആത്മാവിനെ ശുദ്ധീകരിക്കുക. ശുദ്ധമായ ഹൃദയവും സത്യസന്ധമായ വാക്കുകളും പുലർത്തുക. മറ്റുള്ളവരെ സ്നേഹിക്കുക, ക്ഷമിക്കുക, ദൈവസ്നേഹം പകരുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ. നിന്റെ പുണ്യവചനത്തിലൂടെ എൻ്റെ ഉള്ളിലുള്ള അശുദ്ധിയൊക്കെ നീക്കി നീ എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കണമേ. എൻ്റെ വാക്കുകളും പ്രവൃത്തികളും അർത്ഥവത്തായ ദൈവിക ശക്തി നൽകണമേ. നിന്റെ സന്നിധിയിൽ ഒരു പുതിയ ഹൃദയം ഉണ്ടാക്കുവാൻ എന്നെ സഹായിക്കുമാറാണേ. ആമീൻ.